أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يرمون المحصنات ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1151 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായമായ സൂറത്തുൻ നൂറിലെ 4-5 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يرمون المحصنات ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. صدق الله العلي العظيم. സൂറത്തുൻ നൂറിലെ 4-5 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ശബ്ദത്തിനൊരു ചെറിയ പ്രശ്നമുണ്ട്. ഓഡിബിലിറ്റി വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന വിധത്തിലാണെങ്കിൽ പറയണം. അപ്പോ സൂറത്തുൻ നൂറിന്റെ പഠനമാണ് നമ്മൾ ഏതാനും ദിവസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദീർഘമായ 4-5 സെഷനുകൾ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ പശ്ചാത്തലവും ഇതിന്റെ ഉള്ളടക്കവും ഒക്കെ മനസ്സിലാക്കിയുണ്ടായത്. അതിനെ തുടർന്ന് ഇതിലെ ആദ്യത്തെ 3 ആയത്തുകൾ അതും കൂടുതൽ സമയമെടുത്തുകൊണ്ടാണ് നമ്മൾ പഠന വിധേയമാക്കുകയുണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഇതിലെ 4-5 ആയത്തുകൾ ഞാൻ അതിന്റെ ആശയം നേർക്കുനേരെയുള്ള അതിന്റെ വിവർത്തനം ആദ്യം നിങ്ങളെ കേൾപ്പിക്കാം. വല്ലദീന യർമൂനൽ മുഹ്സനാത്തി സുമ്മ ലം യഅ്തൂ ബിഅർബഅത്തി ശുഹദാഅ ഫജ്ലിദൂഹും 80 ജൽദത. അല്ലാഹു ഒരു വിധി നൽകുകയാണ്. വ്യഭിചാരാരോപണം നടത്തുന്ന ആളുകളെ കുറിച്ച് അവർക്ക് നൽകപ്പെടേണ്ട ശിക്ഷ എന്താണ് എന്നത് വളരെ സംശയരഹിതമായ വിധത്തിൽ വ്യക്തമാക്കുകയാണ് ഈ ആയത്തില്. ഈ സൂറത്തിന്റെ പശ്ചാത്തലം വിശദമായിട്ട് കൈകാര്യം ചെയ്ത ഘട്ടത്തില് നമ്മള് ഈ വിഷയം പരാമർശിക്കുകയുണ്ടായിട്ടുണ്ട്. ബനുൽ മുസ്തലിഖ് ഗോത്രക്കാർക്കെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ആ യുദ്ധം അത് കഴിഞ്ഞ് മടങ്ങുന്ന ഘട്ടത്തിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ വഴിയിൽ തനിച്ചായി പോവുകയും വൈകി അതിലൂടെ കടന്നുപോയ ഒരു സഹാബി അവരെ ഒട്ടകപ്പുറത്തേറ്റി മദീനയിലേക്ക് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഘം എത്തിയിട്ടുണ്ടായിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അത് സംബന്ധമായി മുനാഫിക്കുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച അപവാദങ്ങള് അത് മദീനയിൽ ഇസ്ലാമിക സമൂഹത്തിലും ഇസ്ലാമിനെ ലക്ഷ്യമിട്ട് ആക്രമിച്ചു കൊണ്ടിരുന്ന മുനാഫിക്കുകളുടെയും അതുപോലെ യഹൂദ ഗോത്രങ്ങളുടെയും ഒക്കെ അവരൊക്കെ ഉൾക്കൊള്ളുന്ന ആ സമൂഹത്തിൽ അതുണ്ടാക്കിയ വലിയ ആശയക്കുഴപ്പവും സങ്കീർണതയും ഒക്കെ നമ്മൾ ആ ഘട്ടത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിട്ടുണ്ട്. ഇവിടെ വ്യഭിചാരത്തിനുള്ള ശിക്ഷയെക്കുറിച്ച്
പറഞ്ഞു വെച്ചതിന് ശേഷം വ്യഭിചാര ആരോപണം നടത്തുന്ന കാര്യത്തിനെയാണ് പരാമർശിക്കുന്നത്. വല്ലദീന യർമൂനൽ മഹ്സനാത്ത്. മഹ്സനാത്ത് എന്ന് പറഞ്ഞ ചാരിത്രവതികൾ എന്നാണ് അർത്ഥം. വിശുദ്ധമായ ജീവിത രീതി പിന്തുടർന്നു വരുന്ന, ലൈംഗിക അബദ്ധസഞ്ചാരം നടത്താത്ത, അത്തരം കാര്യങ്ങളിൽ വലിയ ഓസ്റ്റെരിറ്റി കാണിക്കുന്ന, പവിത്രമായ ജീവിതം നയിക്കുന്ന സ്ത്രീകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചരിത്രവതികളായ സ്ത്രീകൾ. അത് അവരുടെ ലൈംഗിക വിഷയങ്ങളിലുള്ള ഒരു നിലപാടിന്റെ കാര്യമാണ് ഉയർത്തി കാണിക്കുന്നത്. അവര് വേലിചാട്ടങ്ങൾക്ക് ഒരുങ്ങുന്ന ആളുകളല്ല, അല്ലെങ്കിൽ തെറ്റായ അസാൻമാർഗികമായ സദാചാര വിരുദ്ധമായ കാര്യങ്ങൾക്ക് മുതിരുകയോ അതിനെക്കുറിച്ച് ആലോചിക്കുകയോ ഒന്നും ചെയ്യുന്ന ആളുകളല്ല. വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ചരിത്രവതികളായ സ്ത്രീകൾ, അവരെയാണ് അൽ മഹ്സനാത്ത് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. മുമ്പൊരിക്കലും ഞാൻ വിശദമായിട്ട് സൂറത്തുൻ നിസാഇല് വിശദീകരിക്കുമ്പോൾ ഈ പദത്തിന്റെ അർത്ഥസൂചനകള് പങ്കുവച്ചിരുന്നു. ഹിസിൻ എന്ന് പറഞ്ഞാൽ കോട്ട എന്നാണ് അറബി ഭാഷയിൽ. ഹിസ്നുൽ മുസ്ലിം എന്ന പേരിൽ ഒരു ചെറിയൊരു പുസ്തകം ഇസ്ലാമിക ലോകത്ത്, അറബ് ഇസ്ലാമിക ലോകത്ത് പ്രചാരത്തിലുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സത്യവിശ്വാസികളുടെ കോട്ട എന്നാണ്, അല്ലെങ്കിൽ മുസ്ലിമിന്റെ കോട്ട, സുരക്ഷ നൽകുന്ന, മുസ്ലിമിന് സുരക്ഷ നൽകുന്ന കോട്ട എന്ന അർത്ഥത്തിലാണ്. ദ ഫോർട്ട് ഓഫ് എ മുസ്ലിം എന്ന അർത്ഥത്തിലാണ് ആ പുസ്തകത്തിന്റെ തലക്കെട്ട്. അതിന്റെ ഉള്ളടക്കം പ്രാർത്ഥനകളാണ്. വളരെ ശ്രദ്ധേയമായ പ്രാർത്ഥനകളും വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള പ്രാർത്ഥനകളും പ്രവാചകന്മാർ നടത്തിയിട്ടുള്ള പ്രാർത്ഥനകളും അതുപോലെ തന്നെ പ്രാധാന്യമുള്ള അദ്കാറുകളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകം. അതാണ് ഒരു മുസ്ലിമിന്റെ സുരക്ഷിതത്വം, മുസ്ലിമിന് സുരക്ഷിതത്വം നൽകുന്ന ഒരു ഫോർട്ട് എന്ന തലക്കെട്ടില് അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുസ്തകമാക്കി ഇറക്കിയിട്ടുള്ളത്. പലരും ശ്രദ്ധിച്ചു കാണും. മിക്കവാറും അറബ് ലോകത്തൊക്കെ പള്ളികളിൽ ധാരാളമായിട്ട് കാണാറുണ്ടത്. നമ്മുടെ നാട്ടിലും ചിലയിടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോ ഹിസ്ന് എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വം നൽകുന്ന കോട്ട എന്നാണ്. മഹ്സനത്ത് എന്ന് പറഞ്ഞാൽ അത് ഈ ഹിസ്ന് എന്ന വാക്കിൽ നിന്ന് വരുന്ന ഒരു പ്രയോഗമാണ്. സദ്വൃത്തരായ സ്ത്രീകള് അവരുടെ സദാചാരപരമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സ്വീകരിക്കപ്പെടുന്ന ചില രീതികളും ചില രക്ഷാകവചങ്ങളുമുണ്ട്. അത് ഖുർആൻ നിർദ്ദേശിക്കുന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് കണ്ണുകൾ താഴ്ത്തുവാനും അതുപോലെ വസ്ത്രം മര്യാദയോടുകൂടി ധരിക്കുവാനും ഒക്കെ നൽകപ്പെടുന്ന നിർദ്ദേശം പോലെ തന്നെ സമൂഹം സ്ത്രീകളുടെ കാര്യത്തിൽ അവർക്ക് നൽകുന്ന സുരക്ഷിതത്വവും സംരക്ഷണവും ഒക്കെ എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഈ സുരക്ഷിതത്വത്തിന്റെ ഈ രക്ഷാകവചം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള രക്ഷാകവചത്തിനകത്ത് അതില് ഒരു ഫാക്ടർ വിവാഹമാണ്. ലൈംഗിക വിശുദ്ധി അല്ലെങ്കിൽ സദാചാരപരമായ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വളരെ സഹായകമായ ഒരു ഫാക്ടറാണ് വിവാഹം. വസ്ത്രം വേറെ ഒന്നാണ്. അതുപോലെ തഖ്വയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമൂഹം ഏർപ്പെടുത്തുന്ന, മാതാപിതാക്കളും രക്ഷിതാക്കളും ഏർപ്പെടുത്തുന്ന സംരക്ഷണവും സുരക്ഷിതത്വവും വേറെ ഒന്നാണ്. അതുപോലെ സമൂഹത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ അതുമുണ്ട്. ഇതെല്ലാം ചേർന്ന് വരുന്ന വിധത്തില് സുരക്ഷിതത്വത്തിൽ കഴിയുന്ന, ആരോപണ വിധേയരാകാൻ യാതൊരു പഴുതുമില്ലാത്ത വിധത്തില് വളരെ പവിത്രമായ ജീവിതം നയിക്കുന്ന സ്ത്രീകളെ പരാമർശിച്ചുകൊണ്ടുള്ള പ്രയോഗമാണ് മഹ്സനാത്ത് എന്നത്. അപ്പോ വല്ലദീന യർമൂനൽ മഹ്സനാത്ത്, ചരിത്രവതികളായ പവിത്രമായ ജീവിതം നയിക്കുന്ന, വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് കഴിയുന്ന സ്ത്രീകളുടെ മേൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ. യർമൂന എന്ന് പറഞ്ഞാല് റമ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു എന്നാണ്. അതിന്റെ വേറെ രൂപമാണ് യർമു.
അപ്പോ വല്ലദീന യർമൂനൽ മുഹ്സനാത്ത്, പവിത്രകളായ ചരിത്രവതികളായ സ്ത്രീകളുടെ മേൽ ആരോപണം എറിയുന്നവർ എന്ന് വേണമെങ്കിൽ അതിനെ ഭാഷാപരമായി നമുക്ക് വിവർത്തനം ചെയ്യാം. അപ്പോ ആരോപണങ്ങള്, അതുപോലെ അപവാദ പ്രചരണം, ഇതൊക്കെ തന്നെ ഒരുതരം ചെളിവാരി എറിയലാണ്. ഇംഗ്ലീഷിൽ മഡ് സ്ലിംഗിങ് എന്നൊക്കെ പറയും. അപ്പോ പവിത്രമായ ജീവിതം നയിക്കുന്ന ചരിത്രവതികളായ സ്ത്രീകളുടെ നേരെ അവരെക്കുറിച്ച് അപവാദ പ്രചരണം നടത്തുന്ന ആളുകൾ, അവരെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. അപ്പോ വല്ലദീന യർമൂനൽ മുഹ്സനാത്ത്, എന്നിട്ട് തുമ്മലം യഅ്തൂ ബിഅർബഅത്തി ശുഹദാ, എന്നിട്ട് അതിനെ തുടർന്ന് അവര് ഉന്നയിച്ചിരിക്കുന്ന ആരോപണം തെളിയിക്കുന്ന വിധത്തിൽ 4 സാക്ഷികളെ ഹാജരാക്കുകയും ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവര് വ്യഭിചാര ആരോപകരാണ്. അവർ ആരോപണം നടത്തുന്നു, പക്ഷെ അത് തെളിയിക്കുന്നതിനുള്ള 4 സാക്ഷികളെ ഹാജരാക്കുന്നുമില്ല. വളരെ നിരുത്തരവാദപരമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ വ്യഭിചാര ആരോപണം അത്തരം ആളുകൾ നടത്തുന്നത്. ആർക്കും എപ്പോഴും നടത്താവുന്ന ഒരു കാര്യം, ആരെക്കുറിച്ചും എപ്പോ വേണമെങ്കിലും ആർക്കും പറഞ്ഞു പരത്താവുന്ന ഒരു സംഗതി. എളുപ്പത്തിൽ ഒരാളെ വീഴ്ത്താനും അല്ലെങ്കിൽ ചതിയിൽ അകപ്പെടുത്താനും പരാജയപ്പെടുത്താനും മാനസികമായി തകർക്കാനും ഒക്കെ പറ്റുന്ന ഒരു നല്ല ടൂളാണ് യഥാർത്ഥത്തിൽ ഈ വ്യഭിചാര ആരോപണം എന്നത്. അറബിയില് സാങ്കേതിക ഭാഷയിൽ ഇസ്ലാമിന്റെ പശ്ചാത്തലത്തില് അതിനെ ഖദഫ് എന്നാണ് പറയാം. ഖദഫ്, വ്യഭിചാര ആരോപണം. ഇംഗ്ലീഷിൽ സ്കാൻഡൽ എന്ന് പറയും. അപ്പോ സ്കാൻഡൽ പ്രചരിപ്പിക്കുന്ന പവിത്രകളായ ചരിത്രവതികളായ സ്ത്രീകളെ കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്നവർ, എന്നിട്ട് അതിനെ തുടർന്ന് അവര് 4 സാക്ഷികളെ ഹാജരാക്കുന്നുമില്ല എങ്കിൽ ഫജ്ലിദൂഹും സമാനീന ജൽദ, അവരെ നിങ്ങൾ 80 അടി അടിക്കുക. ഇതാണ് അവർക്കുള്ള ശിക്ഷ. വ്യഭിചാര ആരോപണം നടത്തുകയും തെളിവ് ഹാജരാക്കിക്കൊണ്ട് 4 സാക്ഷികളെ ഹാജരാക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ ശിക്ഷയായിട്ട് 80 അടി നൽകുക, 80 ജൽദത്ത് നൽകുക എന്നാണ് ഇവിടെ അള്ളാഹു നിർദ്ദേശിക്കുന്നത്. തൊട്ടും മുമ്പ് ഈ സൂറത്തിന്റെ തുടക്കത്തില് തന്നെ അള്ളാഹു ജാനിയത്തിനും ജാനിക്കും 100 അടി ശിക്ഷ നിശ്ചയിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം അത് നടപ്പിലാക്കാൻ വേണ്ടി പറഞ്ഞത് നമ്മൾ കാണുകയുണ്ടായി. ഏകദേശം അതിനോളമൊക്കെ ഗൗരവമുള്ള ഒരു കുറ്റമായിട്ടാണ് വ്യഭിചാര ആരോപണം നടത്തുകയും അതിന് 4 സാക്ഷികളെ ഹാജരാക്കാതിരിക്കുകയും ചെയ്യുന്നവരുടെ മേൽ ചുമത്തപ്പെടുന്ന ഈ ശിക്ഷ സൂചിപ്പിക്കുന്ന കാര്യം. വ്യഭിചാരം പോലെ തന്നെ അല്ലെങ്കിൽ അതിനോട് അടുത്ത് നിൽക്കുന്ന അത്രയും ഗൗരവമുള്ള ഒരു കുറ്റകരമായ കാര്യമാണ് വ്യഭിചാര ആരോപണം നടത്തുക എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. 80 അടി അടിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. നേരത്തെ വ്യഭിചാരത്തിന്റെ കാര്യത്തിൽ ശിക്ഷ നടപ്പിലാക്കാൻ പറഞ്ഞ പോലെ തന്നെ ഇതും വ്യക്തികളോടുള്ള നിർദ്ദേശമല്ല, ഏതെങ്കിലും കുടുംബങ്ങളോടുള്ള നിർദ്ദേശമല്ല, അങ്ങനെ ഉള്ള അവര് നടപ്പിലാക്കേണ്ട ഒരു കാര്യമല്ല. ഇത് സമൂഹത്തിന്റെ മേൽ ഉത്തരവാദിത്വമുള്ള ഭരണ സംവിധാനം കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഭരണകൂടം, അല്ലെങ്കിൽ ഒരു കോടതി ന്യായാധിപൻ ഒക്കെ നടപ്പിലാക്കേണ്ട കാര്യമാണ്. അപ്പോ ഫജ്ലിദൂഹും സമാനീന ജൽദത്തൻ, അതിൽ അവസാനിക്കുന്നില്ല ഈ വ്യഭിചാരാരോപണം നടത്തുന്ന ആളുകളുടെ കാര്യത്തിലുള്ള ശിക്ഷ. തുടർന്ന് അള്ളാഹു പറയുന്നത് വലാ തഖ്ബലു ലഹും ഷഹാദത്തൻ അബദ, പിന്നീട് ഒരിക്കലും തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു സാക്ഷ്യവും സ്വീകരിക്കാനും പാടില്ല. രണ്ടാമത്തെ ശിക്ഷയാണത്. ഒന്നാമത്തത് 80 അടി അവർക്ക് കൊടുക്കുക എന്നത്. പരസ്യമായിട്ട് തന്നെയാണ് ശിക്ഷ നടപ്പിലാക്കേണ്ടത്. കാരണം ഇനി ഒരിക്കൽ സദ്വൃത്തനായ അല്ലെങ്കിൽ സദ്വൃത്തയായ ഒരാളുടെ മേൽ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് നാക്ക് പൊന്തിക്കാൻ അയാൾക്ക് പിന്നീട് സാധിക്കാൻ പാടില്ല. അങ്ങനെ ഒരു സംഗതി അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന വിധത്തില് ഒരു പാഠം പഠിപ്പിക്കുന്ന
ശിക്ഷയാണ് പരസ്യമായിട്ട് നൽകാൻ അള്ളാഹുവിടെ ആവശ്യപ്പെടുന്നത്. പിന്നീട് ഒരിക്കലും തന്നെ അയാളിൽ നിന്ന് ഒരു സാക്ഷ്യവും ഒരു കാര്യത്തിലും സാക്ഷ്യം സ്വീകരിക്കപ്പെടുന്നതല്ല. അയാളെ സാക്ഷി നിർത്തിക്കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങള് ഇസ്ലാമിക വിധി പ്രകാരമുള്ളത് നിർവഹിക്കാൻ പാടില്ല. ഉലായിക ഹുമുൽ ഫാസിഖൂൻ മാത്രവുമല്ല, അവര് തന്നെയാണ് തെമ്മാടികൾ എന്നാണ്, ഫാസിഖുകളുടെ ഒരു പദവിയിലാണ് അവരെ അള്ളാഹു വെക്കുന്നത്. അതിന്റെ നേരെ വിപരീത പദമായിട്ട് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ളത് മുത്തഖികൾ എന്നതാണ്, മുത്തഖൂൻ. അപ്പോ തഖ്വയുള്ള ആളുകൾ എന്ന പദവിയിൽ നിന്ന് നിഷ്കാസിതരായി ഫുസൂഖ് കൊണ്ട് കണക്കുന്ന ആളുകൾ എന്ന ഒരു പദവിയിലേക്ക് തരം താഴ്ത്തപ്പെടുകയാണ് ഈ ആളുകൾ. വ്യഭിചാര ആരോപണം നടത്തിയിട്ട് അതിന് 4 സാക്ഷ്യം ഹാജരാക്കാതെ അതിനെ വളരെ ലാഘവത്തോടു കൂടി ഗൗരവമില്ലാത്തൊരു കാര്യം എന്ന നിലക്ക് കൈകാര്യം ചെയ്യുന്ന ആളുകളെ 80 അടിയടിക്കുക, പിന്നീട് ഒരിക്കലും തന്നെ അവരിൽ നിന്ന് സാക്ഷ്യം സ്വീകരിക്കാതിരിക്കുക, അവരെ ഫാസിഖുകളായിട്ട് പരിഗണിക്കുകയും ചെയ്യുക. ഇതാണ് അള്ളാഹു നൽകുന്ന നിർദ്ദേശം. വളരെ കടുത്ത ഞെട്ടലുളവാക്കുന്ന, ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. സമൂഹത്തില് പലപ്പോഴും ഇത്തരം അബദ്ധങ്ങളിൽ ചെന്ന് ചാടുക താരതമ്യേന നന്മയിലും സത്യത്തിന്റെ മാർഗത്തിലൊക്കെ നീങ്ങുന്ന ആളുകളായിരിക്കും. അപകടത്തിൽ ചെന്ന് ചാടാൻ വലിയ സാധ്യതയാണ്. ഒരു തിന്മ സമൂഹത്തില് പ്രചരിക്കുന്നുണ്ട്, നടമാടുന്നുണ്ട് എന്നതൊക്കെ കാണാനിടയാകുമ്പോൾ അതില് ചാടിക്കേറി അഭിപ്രായം പറയുക, അല്ലെങ്കിൽ അത് മറ്റൊരു ആളുടെ കാതില് എത്തിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള സംഗതികളൊന്നും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പാടുള്ള കാര്യമല്ല. അതൊക്കെ വളരെ ഗൗരവമുള്ള സംഗതിയാണ്. അതേക്കുറിച്ച് വായ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഇത് സംബന്ധമായിട്ട് ഇസ്ലാമിന്റെ അധ്യാപനം. സമൂഹത്തില് അബദ്ധസഞ്ചാരങ്ങളെ കുറിച്ച്, വഴിവിട്ട അല്ലെങ്കിൽ അസാൻമാർഗികമായ ബന്ധങ്ങളെ കുറിച്ച്, വ്യഭിചാര വൃത്തിയെക്കുറിച്ച് ഒക്കെയുള്ള സംസാരം തന്നെ അവസാനിപ്പിക്കണം എന്നതാണ് അള്ളാഹു ലക്ഷ്യമിടുന്ന കാര്യം. ആ സംസാരം അവസാനിച്ചാലേ ക്രമേണ വ്യഭിചാര വൃത്തിയും അതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളും തന്നെ ഇല്ലാതാവുള്ളൂ. ഇല്ലെങ്കിൽ ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്ന, എല്ലാവരും അനുഷ്ഠിക്കുന്ന ഒരു കാര്യമാണ് എന്ന നിലക്കുള്ള ഒരു ഒരു സാധാരണത്വം അതിന് വരും. ഒരു നോർമലൈസേഷൻ അതിന് സംഭവിക്കും. ഒരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ല. ഒരാളിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സംഗതി അറിയാൻ കഴിഞ്ഞാൽ അത് അറിഞ്ഞ ആളിൽ അത് അവസാനിക്കണം, മറ്റൊരാളിലേക്ക് അത് എത്താൻ പാടില്ല. അല്ലെങ്കിൽ 4 സാക്ഷികള്, 4 ദൃക്സാക്ഷികള് സംശയമൊന്നും ഇല്ലാത്ത വിധത്തിൽ നേരിൽ കണ്ടതായിട്ട് തെളിവുണ്ടാവുകയും അത് ന്യായാധിപനെയും ഉത്തരവാദപ്പെട്ട ആളുകളെയും അറിയിക്കുകയും ചെയ്യുക എന്നൊരു കാര്യമാണ് ഉണ്ടാവേണ്ടത്. അതിന് ആരോപണം എന്ന് പറയില്ല, അത് സാക്ഷ്യം പറയലാണ്. ആരോപണം എന്നത് ആവശ്യമുള്ള ആളുകളോടല്ല, സമൂഹത്തിൽ ആരോടെങ്കിലുമൊക്കെ അങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവം. ഞാനൊരു കാര്യം കാണാനോ അറിയാനോ കഴിഞ്ഞു, അത് കാണുന്ന അടുത്ത ആളോട് നേരെ അതിനോട് എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർത്തോ ഇല്ലെങ്കിൽ കേട്ട അതേ വിധത്തിലോ ഞാനതൊന്നും പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ആ വിധത്തിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന, അതങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ അപവാദ പ്രചരണം എന്ന് പറയുന്നത്. അപവാദ പ്രചരണം നടത്തുന്ന ആളുകള്, വ്യഭിചാരാരോപണം നടത്തുന്ന ആളുകള് കടുത്ത ശിക്ഷ അർഹിക്കുന്നു. അത് അതിന്റെ മുരടിൽ തന്നെ മുറിച്ചു കളയണം എന്നതാണ് അള്ളാഹുവിന്റെ നിശ്ചയം. ഇവിടെ ചാരിത്രവതികളുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. സമൂഹത്തിൽ ദുർനടപ്പിന്റെ പേരിൽ പരക്കെ അറിയപ്പെടുന്ന ചില ആളുകൾ ഉണ്ടാവും. വേശ്യാവൃത്തിയുടെ പേരിൽ അറിയപ്പെടുന്നവര്, സമൂഹത്തിൽ പൊതുവെ തന്നെ എല്ലാവർക്കും അറിയുന്ന ചില അപഥസഞ്ചാരത്തിന്റെ ആളുകളൊക്കെ ഉണ്ടാകും. അത്തരം ആളുകള്, നൊട്ടോറിയസ് ആയിട്ടുള്ള തിന്മയുടെ ആളുകളെ വല്ലപ്പോഴും ഒക്കെ പരാമർശിക്കേണ്ടി വരുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. വിശുദ്ധമായ ജീവിതം നയിക്കുന്ന, പ്രത്യക്ഷത്തില് യാതൊരു വിധത്തിലുള്ള കളങ്കവും ആരോപിതരല്ലാത്ത സാധാരണ
വിവാഹത്തിന്റെയും അല്ലെങ്കിൽ വിശ്വാസത്തിന്റേതും ഒക്കെ ആയിട്ടുള്ള സുരക്ഷിതത്വത്തിൽ കഴിയുന്ന ആളുകൾ. അത് സ്ത്രീകളുടെ കാര്യത്തിലും പുരുഷന്റെ കാര്യത്തിലും ഇതേ വിധി തന്നെയാണ്. ഇവിടെ സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. അതിന് ഈ പശ്ചാത്തലവും ഒരു കാരണമായിരിക്കും. എന്നായാലും ചരിത്രവതികളായ സ്ത്രീകളെ കുറിച്ച് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ, അത് എന്തെങ്കിലും കളവ് നടത്തിയെന്നോ അല്ലെങ്കിൽ വഞ്ചന ചെയ്തുവെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ആരോപണം. വ്യഭിചാര ആരോപണമാണ്. അതിനാണ് ഇവിടെ വല്ലദീന യർമൂന എന്ന പ്രയോഗം നടത്തുന്നത്. ഈ പദം ലിറ്ററലി അങ്ങനെ വ്യഭിചാരത്തെ സൂചിപ്പിക്കുന്ന വാക്കല്ല എങ്കിലും ഈ കോണ്ടെക്സ്റ്റില് അത് വ്യഭിചാരത്തെ പ്രത്യേകമായിട്ട് പരാമർശിക്കുന്ന ഒരു പ്രയോഗമായിട്ടാണുള്ളത്. സാങ്കേതിക ഭാഷയിൽ അതിന് ഇസ്ലാമിക സമൂഹം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വൈജ്ഞാനിക പശ്ചാത്തലത്തിൽ അതിന് ഉപയോഗിക്കുന്ന പദം ഖദഫ് എന്നാണ്. അപ്പോ വല്ലദീന യർമൂനൽ മുഹ്സനാത്തി സുമ്മലം യഅ്തൂ ബി അർബഅത്തി ശുഹദാ. നേരത്തെ നമ്മൾ ഈ ശുഹദാ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളതാണ് എന്നത് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. 44 സാക്ഷികൾ എന്ന് പറയുന്നത് അവര് അത് കൃത്യം നടക്കുന്നത് കണ്ണുകൊണ്ട് വ്യക്തമായി തെളിമയോടുകൂടി കണ്ടിട്ടുണ്ടാവണം. അതിൽ കൂട്ടത്തിൽ ഒരാൾക്ക് വല്ല അതിന്റെ വിശദാംശങ്ങളിൽ യോജിപ്പില്ല എങ്കിൽ തന്നെ ആ സാക്ഷ്യം തള്ളപ്പെട്ടു പോകും. അപ്പോ 4 സാക്ഷികളെ ദൃക്സാക്ഷികളായിട്ട് ഹാജരാക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് 80 അടി നടപ്പിലാക്കുക എന്നതാണ്. സമാനൂന ജൽദത്ത് നൽകണം എന്നാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്നത്. പിന്നീട് ഒരിക്കലും തന്നെ അവരിൽ നിന്ന് സാക്ഷ്യം സ്വീകരിക്കപ്പെടാൻ പാടില്ല. അതുപോലെ ഇവരെ നല്ല മനുഷ്യര്, മുത്തഖികള് എന്ന നിലക്കല്ല പിന്നീട് സമൂഹം കാണേണ്ടത്. അവരെ ഫാസിഖുകളായിട്ടാണ് കാണേണ്ടത്. സമൂഹത്തിൽ പുഴുക്കുത്തേറ്റ തെമ്മാടിത്തവുമായിട്ട് നടക്കുന്ന, സമൂഹത്തിന് വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന തരം സ്വഭാവങ്ങളൊക്കെയുള്ള അങ്ങനെയുള്ള വിടക്ക് മനുഷ്യരെ പരാമർശിക്കാനാണ് ഫാസിഖ് എന്ന പദം ഖുർആൻ ഉപയോഗിക്കുന്നത്. അപ്പോ ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക വഅസ്ലഹു. എന്നാൽ ഒരു വിഭാഗത്തിന് അള്ളാഹു ഇതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. ഇവര് ഫാസിഖുകളും അതുപോലെ തന്നെ ഷഹാദത്ത് പിന്നീട് സ്വീകരിക്കപ്പെടാൻ പറ്റാത്തവരും അതുപോലെ 80 അടി ശിക്ഷ നൽകപ്പെടേണ്ടവരുമാണല്ലോ. എന്നാൽ അള്ളാഹു തുടർന്ന് പറയുന്നത് ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിപ്പോയതിനു ശേഷം അതില് പശ്ചാത്തപിച്ച് മടങ്ങിയ, തൗബ ചെയ്ത് മടങ്ങിയവരൊഴികെ, വഅസ്ലഹു എന്നിട്ട് പിന്നെ സുഹൃതം ചെയ്യുന്ന ജീവിതം, നല്ല ജീവിതം നയിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒഴികെ, അവരുടെ ജീവിത നിലപാടുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഒക്കെ തന്നെ അവര് നേരത്തെ ദുരാരോപണം ഉന്നയിച്ചിരുന്ന തരത്തിലുള്ള ആ സ്വഭാവമായിട്ടല്ല ഇപ്പോൾ ഉള്ളത്. മറിച്ച് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സുഹൃതവാന്മാരായിട്ട് സ്വാലിഹികളായിട്ടാണ് ജീവിക്കുന്നത് എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ പ്രകടമായ വിധത്തിൽ മനസ്സിലാവുന്ന ആളുകളായിട്ട് അവര് മാറുന്നുവെങ്കിൽ അവരുടെ കാര്യത്തിൽ ഒഴികെ ഫഇന്നല്ലാഹു ഗഫൂറുർ റഹീം, തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകളുടെ കാര്യത്തിൽ അള്ളാഹു ഏറെ പുറത്തു കൊടുക്കുന്നവനും കരുണ കാണിക്കുന്നവനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എക്സംപ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. തൗബ ചെയ്തു മടങ്ങുക, അതുപോലെ സുഹൃതം ചെയ്യുന്നവരായിട്ട് സ്വാലിഹികളായിട്ട് മാറുക എന്ന്. അപ്പോ തൗബ ചെയ്തു മടങ്ങുക എന്നത് അള്ളാഹുവുമായുള്ള ഒരു കാര്യമാണ്. ഓരോരുത്തരുടെയും തൗബയുടെ ആത്മാർത്ഥതയും അതിന്റെ വ്യാപ്തിയും ആഴവും ഒന്നും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ സുഹൃതം ചെയ്യുന്നവരായി മാറുക എന്നതിന് ചില ബാഹ്യ ലക്ഷണങ്ങളൊക്കെ തന്നെ പ്രകടമാണ്. അപ്പൊ അതുകൊണ്ട് ഇക്കാര്യത്തില് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. തൗബ ചെയ്ത് മടങ്ങി സ്വാലിഹായിട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ അത്തരം ആളുകളെ ഈ ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുമോ എന്ന ഒരു വിഷയം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഭൂരിഭാഗം ആളുകളും രേഖപ്പെടുത്തുന്ന അഭിപ്രായം ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകുന്ന ഒരു കാര്യമല്ല. അവരെ ഫാസിഖുകൾ എന്ന വിധത്തിൽ പിന്നീട് തുടർന്ന് പരിഗണിക്കപ്പെടുന്നതിൽ നിന്ന് അവര് മുക്തരാകുന്നു. ഒരു പക്ഷേ
അവരുടെ സാക്ഷ്യം പിന്നീട് സ്വീകരിക്കാൻ പരിഗണിക്കപ്പെടാവുന്നതാണ് എന്ന അർത്ഥത്തിലൊക്കെ തൗബ ചെയ്തു മടങ്ങുകയും അതുപോലെ സുഹൃതം ചെയ്യുന്നവരായി മാറുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ രണ്ട് കാര്യങ്ങളിൽ നിന്ന് അവർ മുക്തരാകും എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. എന്നാൽ ഈ മൂന്ന് കാര്യങ്ങളും തുടർന്നും നിലനിൽക്കുന്നു എന്ന വിധത്തിൽ നിലപാടെടുക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അവർക്ക് ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ പരസ്യമായി 80 അടി നൽകുക എന്നത് തന്നെയാണ് ഇസ്ലാമിന്റെ വിധി. തൗബ ചെയ്തു എന്നതിന്റെ പേരിൽ ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകപ്പെടുന്നതല്ല. അതുപോലെ പിന്നീട് അവരുടെ സാക്ഷ്യം സ്വീകരിക്കപ്പെടുന്നതിന് തൗബ കൊണ്ട് ഗുണമുണ്ട് എന്ന് അവർ കരുതുന്നില്ല. അതുപോലെ തന്നെ ഫാസിഖുകളായിട്ട് അവരെ പരിഗണിക്കപ്പെടുക എന്ന ഒരു നിലപാട്, അത് നേരിട്ട് അള്ളാഹുമായി ബന്ധമുള്ള ഒരു കാര്യമായതുകൊണ്ട്, നമ്മളെ ഏൽപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് അവര് മുത്തഖികളായിട്ട് പരിഗണിക്കപ്പെടുന്നതിന് നമുക്ക് തടസ്സമൊന്നുമില്ല. ഒരാളെ ഫാസിഖാക്കുക എന്നത് നമ്മളെ ഏൽപ്പിച്ച ഒരു പണിയല്ല. അപ്പോ ഇത്തരം അപവാദ പ്രചാരണങ്ങൾ നടത്തുന്ന ആളുകൾ അവർക്ക് ശിക്ഷയായിട്ട് 80 അടി നൽകുക, അവരിൽ നിന്ന് പിന്നെ സാക്ഷ്യം സ്വീകരിക്കാതിരിക്കുക, അതുപോലെ തന്നെ അവര് ഫാസിഖുകളായിട്ട് പരിഗണിക്കപ്പെടുക, ഇതാണ് അവർക്ക് നൽകപ്പെടുന്ന ശിക്ഷ. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കല് ഇതിന് അവർക്ക് പാരത്രിക ലോകത്ത് മുക്തി നേടണമെങ്കിൽ ന്യായമായിട്ടും അവര് വളരെ ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യുകയും അവരുടെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ മുന്നിലുള്ള പോംവഴി. ഇത് വളരെ കടുത്ത ഒരു തെറ്റാണ്. ആ തെറ്റിന് ദുനിയാവിൽ നൽകപ്പെടുന്ന ശിക്ഷ മാത്രമല്ല ഉണ്ടാവുക, പാരത്രിക ലോകത്തും അവർക്ക് ശിക്ഷയുണ്ടാകും. ആ ശിക്ഷയിൽ നിന്ന് മുക്തി നേടാൻ അവരുടെ മുന്നിലുള്ള വഴി അവര് തൗബ ചെയ്യുക എന്നതാണ്. ഏത് പാപത്തിന്റെ പേരിലും അള്ളാഹു തൗബ സ്വീകരിക്കും. തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തുപോയ തെറ്റുകളെ അതിജയിക്കുന്ന വിധത്തിലുള്ള സുഹൃതങ്ങൾ നന്മ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അത്തരം ആളുകളോട് അലിവ് കാണിക്കുന്നതാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്ന കാര്യം. അപ്പോ വ്യഭിചാരം കുറ്റകരമാണ്, അതിന് അള്ളാഹു ശിക്ഷ നിർണയിച്ച് പറഞ്ഞു കഴിഞ്ഞു. വിവാഹിതരല്ലാത്ത ആളുകൾ, അവർക്ക് 100 അടി ആണ് ശിക്ഷ. ഇവിടെ നമ്മൾ വായിച്ചിട്ടുള്ള ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയിട്ടുള്ളത് വിവാഹിതർക്ക് നേരത്തെ തന്നെ ഇസ്ലാമിക ശരീഅത്തിൽ ഉണ്ടായിരുന്ന എറിഞ്ഞു കൊല്ലുക എന്ന ശിക്ഷയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയിട്ടുള്ളത്. പല സംഭവങ്ങളിലൂടെയും അത് സ്ഥാപിതമായതുമാണ്. അതിനോളം തന്നെ ഗൗരവമുള്ള ഒരു കുറ്റമായിട്ടാണ് വ്യഭിചാര ആരോപണം നടത്തുക എന്നത്. സമൂഹത്തിന്റെ അടിത്തറ ഇളക്കി കളയുന്ന, കുടുംബങ്ങളുടെ ഭദ്രത തകർത്ത് കളയുന്ന, വ്യക്തിബന്ധങ്ങളെ ശിഥിലമാക്കി കളയുന്ന ഒരു കാര്യമാണ് വ്യഭിചാര ആരോപണം. ഇല്ലാത്തൊരു സംഗതി നല്ല രീതിയിൽ ജീവിച്ചു വരുന്ന ആളുകളെ കുറിച്ച് ആരോപിക്കുക എന്ന് പറയുന്നത് ആ ബന്ധപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഹൃദയഭേദകമായ അനുഭവം തന്നെയാണ്. അതിന് വളരെ കടുത്ത ശിക്ഷയുമാണ് ഇസ്ലാം നൽകുന്നത്. 80 ചാട്ടവാർ അടി അല്ലെങ്കിൽ ചമ്മട്ടി അടി എന്നതുകൊണ്ട് ഒരാൾ മരിച്ചൊന്നും പോകില്ല. പക്ഷെ അത് പരസ്യമായി സമൂഹത്തില് അത് ചെയ്യുന്നത് വലിയൊരു പാഠമായിരിക്കും ബന്ധപ്പെട്ട ആളുകൾക്ക്. ഒരു മനുഷ്യന്റെ സമൂഹത്തിലുള്ള സ്വീകാര്യത, ക്രെഡിബിലിറ്റിയെയാണ് അത് ചോദ്യം ചെയ്യുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാൻ പോലും കാരണമാകുന്ന വിധത്തിലുള്ള ഒരു നടപടിയായിട്ടാണ് ഈ ശിക്ഷ നടപ്പിലാക്കപ്പെടുന്നത്. അത്രയും ഗൗരവമുണ്ട് ഈ വ്യഭിചാരാരോപണം എന്ന കുറ്റത്തിന് എന്നാണ് ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്. അപ്പൊ ഈ ഈ 2 ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ശ്രദ്ധ പതിയേണ്ടതായ ഒരുപാട് വിശദാംശങ്ങളുണ്ട്. ആ വിശദാംശങ്ങളില് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ആരെങ്കിലും ചെയ്യുന്നത് ആവുകയാണെങ്കിൽ എന്താണ് അയാൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതുണ്ട്. അപ്പോ
ജനങ്ങളുടെ ഇടയിൽ അവിഹിത ബന്ധങ്ങൾ ഉണ്ടാവാം, അതുപോലെ അസാൻമാർഗികമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാവാം, വ്യഭിചാരവൃത്തിയിൽ ഏർപ്പെടുന്ന ആളുകൾ ഉണ്ടാവാം. പക്ഷെ ഇതൊന്നും സമൂഹത്തില് നിരന്തരമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാകാൻ പാടില്ല. അതിൽ നിന്ന്, അത്തരം ചർച്ചകളിൽ നിന്ന് സമൂഹം ഒന്നാമതായി പൂർണ്ണമായിട്ട് വിരമിക്കേണ്ടതുണ്ട്. പിന്നെ ദൂഷ്യം പരക്കുന്നതും അതുപോലെ വ്യഭിചാരത്തിന് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാകുന്നതിനുമൊക്കെ അത്തരം അപവാദ പ്രചാരണങ്ങളും അതിനോട് ആളുകൾ നടത്തുന്ന പ്രതികരണങ്ങളും ഒക്കെ കാരണമാകും എന്നതാണ് ഒരു വസ്തുത. അതുകൊണ്ട് ഇത്തരം തിന്മകൾ പ്രചരിക്കാനും വ്യാപിക്കാനും ഒക്കെയുള്ള സാധ്യത ഉണ്ടാക്കുന്ന കവാടം തന്നെ അടച്ചിടുകയാണ് ഇസ്ലാമിക ശരീഅത്ത്. അപ്പോ സാക്ഷ്യം മുഖേന തെളിയിക്കപ്പെടുന്ന ഒരു സംഗതിയാണെങ്കിൽ തീർച്ചയായിട്ടും കഠിനമായ ശിക്ഷ ബന്ധപ്പെട്ട ആളുകൾക്ക് ലഭിക്കുകയാണ്. എന്നാൽ അത് തെളിയിക്കപ്പെടാത്ത കാര്യത്തില് ആരോപണം ഉന്നയിച്ചവർക്കാണ് കടുത്ത ശിക്ഷയുള്ളത് എന്നാണ് ഈ നിർദ്ദേശത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം. ഒരാൾ നേരില് കാണുകയാണ്, അത് ഒരു സാധാരണ മനുഷ്യനാവാം, ഒരു ന്യായാധിപൻ തന്നെ ആവാം. ഒരു ന്യായാധിപൻ നേരിൽ കണ്ട ഒരു സംഗതിക്ക് അത് തെളിവായി കണ്ടുകൊണ്ട് ശിക്ഷ വിധിക്കാൻ പറ്റില്ല. ന്യായാധിപനാണ് സാക്ഷിയാവുന്നതെങ്കിൽ അയാളോടൊപ്പം 3 സാക്ഷികളെ കൂടി അയാൾക്ക് കൊണ്ടുവരാൻ കഴിയണം. ഇല്ലെങ്കിൽ അയാളാണ് വിധി പറയുന്നതെങ്കിൽ പോലും അയാൾ കണ്ടു എന്നത് തെളിവായിട്ട് അംഗീകരിക്കപ്പെടുന്നില്ല എന്നതാണ് വസ്തുത. അപ്പൊ ഒരാള് ഒരു തിന്മ ഇങ്ങനെ നേരിൽ കാണാനിടയായിട്ട് എന്ത് ചെയ്യണം? 2 സാധ്യതകളുള്ളത്. ഒന്ന്, അയാള് അത് മറ്റൊരു കാതിൽ എത്തിക്കാത്ത വിധത്തിൽ മൗനം അവലംബിക്കുക. അതല്ലെങ്കിൽ 4 ദൃക്സാക്ഷികളെ അയാൾക്ക് കണ്ടെത്താൻ പറ്റുകയാണ്. അവിടെ തന്നെ 4 ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നു, അവർ സാക്ഷ്യം പറയാൻ സന്നദ്ധമാണ് എങ്കിൽ പൊതുസമൂഹത്തിൽ പറഞ്ഞു നടക്കുകയല്ല വേണ്ടത്. അയാള് ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ട ന്യായാധിപനെയോ അല്ലെങ്കിൽ അതിന് ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകളെയോ കാര്യം അറിയിക്കുക എന്നതാണ് അയാൾ ചെയ്യേണ്ടത്. അപ്പോ ഈ ആരോപിക്കപ്പെടുന്ന ആള് ആരുടെ പേരിലാണോ ഈ വ്യഭിചാര കുറ്റം ആരോപിച്ചിട്ടുള്ളത് അയാളുടെ കാര്യത്തില് അത് ഖദുഫായിട്ട് പരിഗണിക്കപ്പെടണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. ഖദുഫ് നടത്തിയതിനുള്ള ശിക്ഷ ഒരാൾക്ക് നൽകണമെങ്കിൽ അത് ആദ്യം ഖദുഫായിട്ട് അംഗീകരിക്കപ്പെടണമല്ലോ. വ്യഭിചാര ആരോപണം ആണ് അത് എന്ന് സ്ഥാപിതമാവണം. അങ്ങനെ ഒരു സംഗതി വ്യഭിചാര ആരോപണമാണ് എന്ന വിധത്തിൽ സ്ഥാപിതമാവണമെങ്കിൽ ഒന്നാമതായിട്ട് ഇത് ചാരിത്രവതികളായ സ്ത്രീകളെ കുറിച്ചുള്ള ആരോപണമാവണം. അല്ലെങ്കിൽ സമാനമായ യോഗ്യതയും അല്ലെങ്കിൽ വിശുദ്ധിയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ആണുങ്ങളെ കുറിച്ചാവണം. രണ്ടും വിധി ഒന്ന് തന്നെ. സമൂഹത്തിലെ ദുർവൃത്തിയുടെ പേരിൽ പരക്കെ അറിയപ്പെടുന്ന ഒരാളെ കുറിച്ച് അങ്ങനെ ഒരു പരാമർശം നടത്തേണ്ടി വന്നു എന്നത് ഈ ഖദുഫിന്റെ ശിക്ഷ ലഭിക്കാൻ കാരണമാകുന്ന ഒരു സംഗതിയല്ല. അതുകൊണ്ട് സദ്വൃത്തരായ ആണുങ്ങളും പെണ്ണുങ്ങളും അവരെ കുറിച്ചാണ് ആരോപണം ഉന്നയിക്കുന്നതെങ്കിലാണ് അത് സാങ്കേതികമായിട്ട് ഖദുഫായിട്ട് പരിഗണിക്കപ്പെടുക. മുഹ്സനാത്ത് എന്ന പ്രയോഗമാണ് ഇവിടെ ഖുർആൻ നടത്തിയിട്ടുള്ളത്. സ്ത്രീകളെയാണ് അത് നേരിട്ട് പരാമർശിക്കുന്നതെങ്കിലും അത് പുരുഷന്മാർക്കും ബാധകമാണ്. പുരുഷന്മാരെ കുറിച്ച് ഇതേപോലെയുള്ള വ്യഭിചാരാരോപണം നടത്തുന്നതും ഇതേ വിധത്തിൽ ശിക്ഷ അർഹിക്കുന്ന കാര്യം തന്നെയാണ്. അതുപോലെ ഈ വ്യഭിചാരാരോപണം നടത്തുന്നത് ഇവിടെ ആണുങ്ങൾ എന്നുള്ള നിലക്കാണ് സൂചനയുള്ളത്. വല്ലദീന യർമൂന എന്നാണ്, അത് പുല്ലിംഗമാണ്. വ്യഭിചാരാരോപണം നടത്തുന്നവർ അവരാണുങ്ങൾ എന്ന അർത്ഥത്തിലാണ് ആ പ്രയോഗമുള്ളത്. പക്ഷെ അങ്ങനെ നടത്തുന്ന പെണ്ണുങ്ങളായാലും ഇതേ വിധി തന്നെയാണ്. വ്യഭിചാരാരോപണം നടത്തുന്നത് സ്ത്രീകളാണെങ്കിലും ഇതേ വിധി തന്നെയാണ് ഉള്ളത് എന്നതാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വസ്തുത.
മറ്റൊരു കാര്യം നേരത്തെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ടായി, സദ്വൃത്തരുടെ മേല് നടത്തുന്ന ഈ ആരോപണം മാത്രമാണ് ഈ വിധത്തിൽ ഖദഫായിട്ട് പരിഗണിക്കപ്പെടുക. ദുർവൃത്തരായ ആളുകളെ കുറിച്ച് അത്തരം പരാമർശങ്ങൾ നടത്തേണ്ടി വരുന്നത് അങ്ങനെ കാണാറില്ല. അതുപോലെ ആരോപണത്തിനുള്ള ഈ വ്യഭിചാര ആരോപണം നടത്തിയതിന്റെ പേരിലുള്ള ശിക്ഷ നടപ്പിലാക്കണമെങ്കിൽ നമ്മള് 3 കാര്യങ്ങൾ പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട്. ഒന്ന്, ആരോപിക്കുന്ന ആളുടെ അവസ്ഥ. രണ്ടാമത്തത് ആരോപിതനായ വ്യക്തി, അയാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. മൂന്നാമത്തത് ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിഷയം അല്ലെങ്കിൽ ആ കാര്യം. ഈ 3 കാര്യങ്ങൾ അതിന്റെ വിശദാംശങ്ങളോട് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം അതിക്രമിച്ചത് കാരണമായിട്ട് ഞാൻ ഇവിടെ നിർത്തിവെക്കുകയാണ്. ബാക്കി ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ നമുക്ക് നാളെ ചർച്ചയ്ക്ക് വിധേയമാക്കാം ഇൻഷാ അല്ലാഹ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.